പൂർണ്ണമായ സുരക്ഷിതത്വത്തോടെ നിക്ഷേപിച്ച് അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പലിശയായിട്ട് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഈ പറയുന്ന സ്കീമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് ചെയ്യുക. KSFE കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇത് പൂർണ്ണമായും സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പൊതുവെ ആളുകൾ KSFE കുറിച്ച് പറയുമ്പോൾ ചിട്ടികളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ KSFE ഒരു ചിട്ടി കമ്പനി അല്ല. അതായത് ചിട്ടി മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ചിട്ടിയോടൊപ്പം തന്നെ നിരവധി നിക്ഷേപ ഓപ്ഷനുകളും KSFE വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഒരു ഒരു തുക സമ്പാദിക്കണം, അല്ലെങ്കിൽ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഒരു നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KSFE ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം സാധാരണഗതിയിൽ ആളുകൾ ഒരു ഒരു ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കാൻ ബാങ്ക് FDകളെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ബാങ്ക് FDകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. കാരണം RBI റെപ്പോ റേറ്റിൽ വന്ന മാറ്റം കാരണം അതായത് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ ഇടിവാണ് വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും പല ആളുകളും FD തിരഞ്ഞെടുക്കാൻ ഒരു ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്. സോ അത്തരം ആളുകൾക്ക് KSFE ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ KSFE നിക്ഷേപ ഓപ്ഷനുകൾ ഒരു നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് KSFEയുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളെ കുറിച്ചാണ്. ഇപ്പം ലോങ് ടേം ആയിട്ട് നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു തുക ലക്ഷ്യം വെച്ച് നിക്ഷേപം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇപ്പം SIP പോലെയുള്ള ഓപ്ഷനുകൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഷോർട്ട് ടേം ആയിട്ട്, അതായത് ഒരു വർഷ കാലയളവിലേക്ക് നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ സേഫായിട്ട് വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KSFEയുടെ ഈ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം നിലവിലെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് 6.5% ആണ് KSFEയുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് സ്കീം വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തേക്ക്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഈ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക്, ജസ്റ്റ് ഒരു വർഷത്തേക്ക് മാത്രം ഒന്ന് മാറ്റി വെക്കണം. നിങ്ങൾക്ക് കയ്യിൽ വെക്കാനോ നിങ്ങളെ അക്കൗണ്ടിൽ സൂക്ഷിക്കാനോ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾ ഈ 5 ലക്ഷം രൂപ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 5 ലക്ഷത്തിന് 6.5% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് അത് ഏകദേശം 32,500 രൂപയായിരിക്കും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. അതായത് നിങ്ങൾ ഈ 5 ലക്ഷം രൂപ KSFEയുടെ ഈ സ്കീമിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 5,32,500 രൂപയായിട്ട് തിരിച്ചു കിട്ടും. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് പല വഴിക്കാണ് പോകുന്നത്. അപ്പം 5 ലക്ഷം രൂപ കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ആ പൈസ അനാവശ്യമായിട്ട് ചിലവായി പോവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത്തരം സ്കീമുകൾ തിരയുന്നത്. സോ ഏത് രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ഒരിക്കലും നഷ്ടമാവില്ല. കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഈ സേവിങ്സ് സ്കീം, അതായത് സേവിങ്സ് അക്കൗണ്ടുകളിൽ നിങ്ങളിത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു പലിശയൊന്നും ലഭിക്കണമെന്നില്ല. കാരണം സേവിങ്സ് അക്കൗണ്ടുകളുടെ പലിശ വളരെ കുറവാണ്. ഇപ്പോൾ ഈ 6.5 പോലും നിങ്ങൾക്ക് കിട്ടില്ല ഒരു വർഷത്തേക്ക്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും. ഈ മറ്റൊരു കാര്യം കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. അതായത് ഇത് ഒരു വർഷത്തെ കാലാവധിയെക്കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത്. നിങ്ങൾക്ക് അതിൽ കുറഞ്ഞ കാലാവധിയിൽ ഈ KSFEയുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 30 ദിവസം മുതൽക്ക് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ആരംഭിക്കാം. നിങ്ങളിവിടെ 30 ദിവസം മുതൽക്ക് 60 ദിവസം വരെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.25% ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങളത് 90 ദിവസം വരെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 4.25% ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. ഇനി അത് 180 ഡേയ്സിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4.75% ആയിട്ടായിരിക്കും റിട്ടേൺ ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ചു വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെന്യൂർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം ഓപ്ഷനുകൾ അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു KSFEയുടെ ഈ ഒരു ഓപ്ഷൻ പരിഗണിക്കുക.
KSFE എപ്പോഴും ആളുകൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് കൂടുതൽ സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള സ്കീമുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ചിട്ടിയാണെങ്കിലും ലോണാണെങ്കിലും എല്ലാം വളരെ മികച്ച രീതിയിൽ ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്കീമുകളാണ് KSFE വാഗ്ദാനം ചെയ്യുന്നത്. KSFE എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം KSFEൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ചിട്ടിയാണ്. ഒരുപാട് ചിട്ടി ഓപ്ഷനുകൾ KSFE വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ലോണും ഡിപ്പോസിറ്റ് സ്കീമുകളും KSFE ഉറപ്പ് തരുന്നുണ്ട്. പൊതുവെ മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഡിപ്പോസിറ്റുകൾക്ക് KSFE ഉറപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ലോണാണെങ്കിലും താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കുകൾ ലോൺ KSFE ലോണുകൾക്കും നൽകുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ചിട്ടിയിൽ ചേർന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ചിട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് നേരത്തെ, അതായത് ടെന്വർ തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് കിട്ടി നിങ്ങൾക്ക് ആ പൈസ പെട്ടെന്ന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അപ്പം തന്നെ ചിട്ടി KSFEയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചിട്ടി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഇൻ ട്രസ്റ്റ് എന്നാണ് ഈ നിങ്ങൾ ചിട്ടി എടുക്കുന്ന എമൗണ്ട് KSFEയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്കീമിൻ്റെ പേര്. അപ്പം ഈ സ്കീമിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിലവിൽ 8.5% ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ചിട്ടിയുടെ കാലാവധി തീരുമ്പോഴായിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ 5 ലക്ഷമാണ് നിങ്ങൾ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ചിട്ടിയിൽ നിന്ന് എത്ര രൂപ കിട്ടിയോ, ചിട്ടിയിൽ നിന്ന് എത്ര രൂപ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചിട്ടി തീരുമ്പം കിട്ടും വിത്ത് ഇൻട്രസ്റ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. KSFE കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, KSFE എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ KSFE കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം പോയിട്ട് വരാം. ബൈ.